ബെക്സന് ഓഫീസിലെത്തിയതിനു ശേഷം അസിസ്റ്റന്റിനൊപ്പം CCTV ക്യാമറകളുടെ ദൃശ്യങ്ങൾ ചെക്ക് ചെയ്യും. അതിലെ ഒരൊറ്റ ഫുട്ടേജ് മാത്രമാകും അവർക്ക് ലഭിക്കുക. അതും ആ കിഡ്നാപ്പർ കാറിൽ കയറുന്ന ഭാഗമായിരിക്കും. അതിലവർ എത്ര സൂം ചെയ്ത് നോക്കുമ്പോഴും കിഡ്നാപ്പറിന് ഡോർ തുറന്നു കൊടുത്ത പോലത്തെ സീനായിരിക്കും അതിലുണ്ടാവുക. യഥാർത്ഥത്തിലുള്ള സീന് എന്താണെന്നുള്ളത് ആർക്കും അറിയാത്തത് കാരണം ബെക്സന് ഹീജോയെ തെറ്റിദ്ധരിക്കും. അവള് അയാൾ ഡോർ തുറന്നു കൊടുത്തതായിട്ടാവും ബെക്സന് ചിന്തിക്കുക. ഈ സമയം ഹീജോ കോടതിയില് ഇന്ററപ്റ്ററായിട്ട് വർക്ക് ചെയ്യായിരിക്കും. അവളുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് പോയ സമയത്ത് അവൾ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അവളുടെ ബോഡി ഗാർഡ്സ് അവൾ വാഷ്റൂമിൽ പോകുന്നത് കാരണം പുറത്തു നിൽക്കുമായിരിക്കും. ഒരു സെക്കൻഡ് നേരം കൊണ്ട് ബോഡി ഗാർഡ്സും ഹീജോയും തമ്മിൽ കണക്ഷൻ പോകും. അവരാകെ വെപ്രാളപ്പെട്ട് അവളെ തെരഞ്ഞു നോക്കുമ്പോൾ ഹീജോ പുറത്തിരുന്ന് ഒരാളായിട്ട് സംസാരിക്കുന്നത് കാണും. അതുപോലെ ഫോട്ടോ എടുത്തിട്ട് ബെക്സന് വിട്ടുകൊടുക്കും. അവള് നന്നായി ചിരിക്കുന്ന ഒരു ഫോട്ടോ കാണുമ്പോൾ അവനെ ശരിക്കും അസൂയാവും. ഇന്നേ വരെ അവനോട് അവൾ അങ്ങനെ ചിരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഹീജോ വീട്ടിലെത്തിയ ഉടനെ അവളുടെ അമ്മ കയറി വരും. കയറിയ പാടെ വള സംസാരിച്ചിട്ടാവും വരുന്നുണ്ടാവുക. ഒപ്പം ഒരു നൈറ്റ് ഗൗണും അവൾക്ക് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് പറയും, നിന്റെ കാര്യം കഷ്ടം തന്നെയാണ്, ഇതൊക്കെ ഇനിയും ഞാൻ പഠിപ്പിച്ചു തരണോ എന്ന് പറയും. ഹീജോ ദേഷ്യത്തോർക്ക് നിങ്ങൾ എന്റെ സ്വന്തം അമ്മ തന്നെയാണോ എന്ന് ചോദിക്കും. അപ്പൊ അവളുടെ അമ്മയ്ക്ക് ദേഷ്യം പിടിക്കും. അമ്മ പറയും, ഞാൻ പറഞ്ഞതുപോലെയൊന്നും നീ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓർമ്മയുണ്ടല്ലോ നിന്റെ അച്ഛൻ എവിടെയാണെന്ന്. നീ എന്നോട് എന്താ പറഞ്ഞത്? ഞാൻ അവനെ കല്യാണം കഴിച്ചോളാം, എന്റെ അച്ഛനെ നല്ലൊരു നഴ്സിംഗ് ഹോമിലാക്കിയാൽ മതിയെന്ന്. ഇപ്പൊ നിന്റെ സ്വഭാവം മാറാൻ തുടങ്ങിയില്ലേ? ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നിന്റെ അച്ഛൻ വഴിയിൽ കിടക്കും. അത് കേട്ടതും അവൾ ആ നൈറ്റ് ഗൗണ് അവളുടെ കൈ പിടിക്കും. അങ്ങനെ അവൾ അമ്മ പറഞ്ഞതുപോലെ നൈറ്റ് ഗൗണും ധരിച്ചിട്ട് ആ കിഡ്നാപ്പറുടെ ഫോൺ എടുത്തുകൊണ്ട് മനസ്സിൽ പറയും, പക്ഷെ അമ്മേ, ഞാൻ ഈ ചങ്ങല പൊട്ടിച്ച് പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും നിങ്ങളുടെ എക്സ്പ്രഷൻ? എന്നിട്ട് കറക്റ്റ് 12 മണിയാവുമ്പോൾ ബെക്സനോട് ഫോൺ വിളിക്കുകയാണ്. അവള് അവനോട് പണം ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരിക്കും. പെട്ടെന്ന് തന്നെ അത് കിട്ടണമെന്ന് പറയുമ്പോൾ ബെക്സൻ അവളോട് പറയും, എന്റെ ഒരു ക്യൂരിയസ്നെസ്സിന് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ചുങ്ങോ പ്രസ് ചെയർമാന്റെ മൂത്ത മകളെയാണ് വിവാഹം കഴിച്ചതെന്നാണ് മുഴുവൻ കൊറിയയും കരുതിയിരിക്കുന്നത്. പക്ഷേ നിനക്ക് എവിടുന്നാണ് അവളെയല്ല അവളുടെ അനിയത്തിയാണ് കല്യാണം കഴിച്ചത് എന്നുള്ളത് വിവരം കിട്ടിയത്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, നീ അത്രക്കും എന്റെ അടുത്തുള്ള ആളാണ്. കാരണം എന്റെ കുടുംബത്തിലല്ലാതെ വേറെ ആർക്കും ഞാൻ ആരെയാണ് വിവാഹം കഴിച്ചതെന്ന് അറിയില്ല എന്ന് പറയും.